അരനൂറ്റാണ്ടിലേറെ സംഗീതരംഗത്ത് സജീവമായ KJ യേശുദാസ് ആസാമീസ്, കാശ്മീരി, കൊങ്കണി എന്നിവയൊഴികെ എല്ലാ പ്രധാന ഭാരതീയ ഭാഷകളിലും പാടിയിട്ടുണ്ട്. ചലച്ചിത്ര സംഗീത ലോകത്ത് മാത്രമല്ല, കർണാടക സംഗീത രംഗത്തും യേശുദാസ് സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിലെ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ശാസ്ത്രീയ സംഗീതത്തോട്, അതും കർണാടക സംഗീതത്തോട് വലിയ മമത പുലർത്താതിരുന്ന ഒരു സമുദായത്തിൽ സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫിന്റെ മകനായിട്ടാണ് യേശുദാസ് ജനിച്ചത്. ശുദ്ധ സംഗീതത്തിലേക്ക് യേശുദാസിനെ കൈപിടിച്ചു നടത്തിയത് തന്റെ അച്ഛൻ തന്നെയായിരുന്നു. കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച അഗസ്റ്റിൻ ജോസഫ് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. ബാല്യകാലത്ത് താൻ അനുഭവിച്ച ജീവിത ദുരിതങ്ങളെപ്പറ്റി യേശുദാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും മകനിലെ സംഗീതവാസനയെ പരിപോഷിപ്പിക്കുവാൻ അധ്വാനിക്കുകയായിരുന്നു അഗസ്റ്റിൻ. തന്റെ അച്ഛൻ പാടിത്തന്ന പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് യേശുദാസ് 12-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു. അതോടെ നാട്ടുകാർ ദാസപ്പൻ എന്ന ഓമന പേരിൽ ആ ബാലനെ ലാളിച്ചു തുടങ്ങി. തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തുറ RLB സംഗീത കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു യേശുദാസിന്റെ സംഗീത വിദ്യാഭ്യാസം. പഠനകാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനാലാപനത്തിന് 1-ാം സ്ഥാനം നേടിയിരുന്നു. അത്തവണ മൃദംഗ വായനയിൽ 1-ാം സ്ഥാനത്തെത്തിയ ആളാണ് പിൽക്കാലത്ത് പ്രശസ്ത പിന്നണി ഗായകനായി മാറിയ P. ജയചന്ദ്രൻ. ഗാനഭൂഷണം പാസായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട്. 1961 നവംബർ 14 യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത്. KS ആന്റണി എന്ന സംവിധായകൻ തന്റെ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പാടാൻ അവസരം നൽകി. സിനിമയിലെ മുഴുവൻ ഗാനങ്ങളും പാടാനായിരുന്നു ക്ഷണം ലഭിച്ചിരുന്നത്. എങ്കിലും ജലദോഷം കാരണം ഒരു ഗാനം മാത്രമേ പാടാൻ സാധിച്ചിരുന്നുള്ളൂ. ജാതിഭേദം മതദേശം എന്നു തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടിയാണ് യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് ഹരിശ്രീ കുറിച്ചത്. ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിലായിരുന്നു ആദ്യ ഗാനത്തിന്റെ റെക്കോർഡിംഗ് നടന്നത്. MB ശ്രീനിവാസനായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരുന്നത്. മലയാള സിനിമയിൽ പിന്നീട് കണ്ടത് യേശുദാസിന്റെ സ്വരപ്രപഞ്ചമാണ്. യേശുദാസ് വാരിക്കൂട്ടിയ പുരസ്കാരങ്ങൾ നിരവധിയാണ്. നാളിതുവരെ പാടിയത് 70,000-ത്തിലധികം പാട്ടുകൾ, മികച്ച പിന്നണി ഗായകനുള്ള 8 നാഷണൽ അവാർഡ്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 43 സ്റ്റേറ്റ് അവാർഡ്, രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു. മലയാളികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഗാനഗന്ധർവനെന്നും ദാസേട്ടനെന്നുമൊക്കെ വിളിക്കാറുണ്ട്. അരനൂറ്റാണ്ടിലധികം കാലം ഇന്ത്യൻ സംഗീത രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം KJ യേശുദാസിന് 1000 ജന്മദിന ആശംസകൾ.